ഈ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാകാൻ അവർ മുറവിളി തുടങ്ങി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത സിന്ധ് ദേശ്, പാകിസ്ഥാനിലെ തന്നെ സിന്ധ് ദേശ് അവർ ബലൂചിസ്ഥാൻ പോലെ അവരുടെ പാതയിലേക്ക് കൂടെ അവർക്കും സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന ആവശ്യം ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. ഈ സിന്ധ് ദേശ്, പാകിസ്ഥാനിലെ സിന്ധ് ദേശിൻ്റെ ചരിത്രം, അതും ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നതുകൂടെ ഒന്ന് പറയാം. അതായത് സിന്ധ് പ്രൊവിൻസ് ആണ് പാകിസ്ഥാന്റെ, സിന്ധ് പ്രവിശ്യ. അതെ, സിന്ധ് പ്രവിശ്യ. അതിപ്പോ പടിഞ്ഞാറ് അവരുടെ ഏറ്റവും വലിയ തെക്ക് ഭാഗത്ത് കിടക്കുന്നതാണ്. തെക്ക് നമ്മുടെ പടിഞ്ഞാറ് ഭാഗം, നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം, അവരുടെ തെക്ക് കിഴക്കൻ മേഖലയിൽ വരുന്ന പ്രദേശമാണത്. പണ്ട് ഏറ്റവും ഫർട്ടൈൽ ലാൻഡായിരുന്ന പ്രദേശമാണ്. അതായത് മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്നതും എന്നാൽ നദികളാൽ സമ്പന്നവുമായിട്ടുള്ള നല്ല കൃഷിഭൂമിയുള്ള പ്രദേശങ്ങളായിരുന്നു. പക്ഷെ അവിടെ കാലക്രമേണ ഇപ്പോൾ ഈ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സിന്ധു നദിയിൽ പാകിസ്ഥാൻ പല പല ഡാമുകൾ കെട്ടുകയും ഈ നദിയിലെ വെള്ളം പഞ്ചാബ് മേഖലയിൽ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തതോടെ സിന്ധു മേഖലയിലേക്ക് ഒഴുകി വരുന്ന ജലത്തിൻ്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞു. ഇതോടുകൂടി സിന്ധ് മേഖലയിൽ പലപ്പോഴും വെള്ളപ്പൊക്കവും ചിലപ്പോൾ വരൾച്ചയുമാകും. ഇത് രണ്ടും കൊണ്ടും കൃഷിനാശമാണ് അവിടുത്തെ ജനങ്ങളുടെ വിധി. ഈ ബലൂചിസ്ഥാനിലെ പോലെ തന്നെ വലിയൊരു പോപ്പുലേഷൻ അവിടെ ഉണ്ടെങ്കിലും ഇവർക്ക് ആവശ്യമായ വികസനങ്ങളൊന്നും പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. കാലാകാലങ്ങളായി അവിടുത്തെ മേഖലകൾ അനുഭവിക്കുന്ന ജലക്ഷാമം, അതിനൊരു പരിഹാരമില്ല. പിന്നെ ഗ്രാമീണ മേഖലയുടെ പ്രശ്നങ്ങൾ. ഗ്രാമീണ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1940കളിലും 30കളിലും ഉണ്ടായിരുന്ന കേരളത്തിലെ പഴയ നാട്ടിൻപുറങ്ങളുടെ അവസ്ഥയിലാണ്. പക്ഷേ കേരളത്തിലെ നാട്ടിൻപുറങ്ങൾ സമ്പന്നവും സമൃദ്ധവുമായിരുന്നെങ്കിൽ സിന്ധ് മേഖലയിൽ ദാരിദ്ര്യമാണ്. ഇപ്പോൾ ഈ കഴുതവണ്ടികളും കാളവണ്ടികളും കഴുതപ്പുറത്തുള്ള യാത്രയും ഒക്കെയാണ്. റോഡുകളില്ല, പാലങ്ങളില്ല, ഈ പറയുന്ന പോലെ കനാലുകളില്ല. അങ്ങനെ ഒരു വലിയ ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിലാണ് ആ നാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പഴയ ഉത്തരേന്ത്യയുടെയൊക്കെ ഒരു അവസ്ഥയാണ്. പിന്നെ അത് കഴിഞ്ഞ് സാമ്പത്തിക പ്രശ്നം, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. അവിടുത്തെ യുവാക്കളിൽ ഏതാണ്ട് 70% തൊഴിലില്ലാത്തവരാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന സ്ഥലമാണ്. പാകിസ്ഥാനിൽ കൃത്യമായിട്ടുള്ള റേഷൻ ഡിസ്ട്രിബ്യൂഷനോ ഇല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമോ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാറില്ല. ഉള്ളതെല്ലാം തന്നെ അഴിമതിയുടെ പിടിയിലുമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മേഖലയിലുള്ളവരൊക്കെ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടിലാണ്. ഇതിന് പിന്നാലെ ചൈനയിൽ നിന്നുള്ളവർ വന്ന് ഇവിടുത്തെ ധാതുക്കൾ ഖനനം ചെയ്തെടുക്കുക, ഇവിടെ നിന്ന് പലതും കൊണ്ടുപോവുക, ഇവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക്, ചീപ്പ് ലേബറിലേക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ചൈനയ്ക്കെതിരായിട്ടും ഇവർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിരോധങ്ങളും ഒക്കെ ഈ സിന്ധ് മേഖലയിലുള്ളവർക്കുണ്ട്. അതിന് പിന്നാലെ കാർഷിക മേഖല വലിയ രീതിയിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ പാക് പഞ്ചാബിൽ അടക്കമുള്ള സബ്സിഡിയുടെ 20% പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സിന്ധ് വലിയ ഫെർട്ടൈൽ ലാൻഡാണ്, ആ മേഖലയിൽ വലിയ തോതിലുള്ള കൃഷിയുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലുള്ള കാർഷിക മേഖലയ്ക്ക് കിട്ടേണ്ട കാർഷിക ഉപകരണങ്ങൾ, വളങ്ങൾ, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ ഇവയൊന്നും കിട്ടുന്നില്ല. ഇതിനുള്ള സബ്സിഡിയും കിട്ടുന്നില്ല. അതായത് പാക് പഞ്ചാബ് മേഖലയിൽ എത്രത്തോളം കൃഷിക്ക് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കുന്നുണ്ടോ അതിൻ്റെ 20% താഴെ മാത്രമാണ് സിന്ധ് മേഖലയിലുള്ളവർക്ക് ലഭിക്കുന്നത്. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വികസന പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പ്രക്ഷോഭത്തിലേക്ക് പോകും. പക്ഷേ ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1971 ഇന്ത്യ ഇടപെട്ട് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയതോടുകൂടിയാണ്. മുൻപ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിന്ന 2 രാജ്യങ്ങളായ ബലൂചിസ്ഥാനിലും സിന്ധിലും ഈ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. 1971 GM സയ്യിദ് എന്ന് പറയുന്ന ഒരു സിന്ധിലുള്ള ഒരു സിന്ധിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇതിനെതിരെ പ്രവർത്തിക്കുകയും സിന്ധ് ദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു സംഘടനയൊന്നും 1971 രൂപീകൃതമായില്ല. പക്ഷെ 1972 ആയപ്പോഴത്തേക്കും ജയ്സിന്ദ് മാസ് എന്ന് പറയുന്ന ആള് ഒരു സംഘടന രൂപീകരിക്കുന്നു. ആ സംഘടനയുടെ പേരാണ് സിന്ധ് ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്. അവർക്ക് അന്ന് ഡിമാൻഡ് ചെയ്തിരുന്ന ഒന്നുകിൽ ഓട്ടോണമി, അതായത് സ്വയം ഭരണം, അതല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രം. ഇതിൽ രണ്ടിലെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിലായിരുന്നു അന്ന് അവർ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇങ്ങനെ ഇവർ പ്രക്ഷോഭം ആരംഭിച്ചുവെങ്കിലും ഇതൊരു ജനകീയ പ്രക്ഷോഭം, പോപ്പുലർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുകയും പിന്നെ അതൊരു പ്രാദേശികവാദത്തിൻ്റെ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ 2010 ആയപ്പോഴത്തേക്കും സിന്ധ് ലിബറേഷൻ ആർമി അവർ സ്വയം ഒരു സംഘടിത സ്വഭാവം രൂപീകരിച്ച് ഒരു സൈനിക രീതിയിലേക്ക് മാറി. 2010 90കളിൽ ഇതുണ്ടെങ്കിൽ
ഉണ്ടെങ്കിലും ഇവർ ശരിക്കും ഈ സൈനിക രീതിയിലേക്ക് മാറുന്ന 2010 പൂർണ്ണമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ 2010 ഇവർ വന്നതോടുകൂടി 2012 പാകിസ്ഥാൻ ഗവൺമെന്റ് ഇവരെ നിരോധിച്ചു. അതായത് വിഘടനവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് SL അതായത് സിന്ധ് ലിബറേഷൻ ആർമിയെ ഇവർ നിരോധിക്കുകയാണ് ചെയ്തത്. നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ ATMന് മുൻപിൽ ഇവർ ബോംബ് സ്ഫോടനം നടത്തിയതാണ് ആദ്യത്തെ സംഭവം. അങ്ങനെ ഇവർ 2012 വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാക്കി. 2016 ഗുൽഷൻ ഈ ഹദീദ് എന്ന് പറയുന്ന മേഖലയിൽ ചൈനീസ് ഈ പറയുന്ന എഞ്ചിനീയർമാർ വന്ന വാഹനത്തിന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇവരെ ബോംബ് വെച്ച് ആക്രമിച്ചു. പക്ഷേ ആക്രമണത്തിൽ ഇവർക്ക് വലിയ കൊലപാതകങ്ങൾ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും 40ഓളം ചൈനക്കാർക്ക് പരിക്കേറ്റു. അത് ചൈനയ്ക്ക് ഭയങ്കര വിരോധമായി. തീർച്ചയായിട്ടും പാകിസ്ഥാനോട് ഇവർ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇവരെയൊക്കെ അടിച്ചൊതുക്കണമെന്ന്. അങ്ങനെ അതിനുശേഷം വലിയ രീതിയിൽ ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നു. സിന്ധ് പ്രവിശ്യയിലുള്ളവരെ തന്നെ സിന്ധ് പ്രവിശ്യയിലുള്ള അവ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ തന്നെ ഒരു മറ്റൊരു സ്റ്റേറ്റിനെതിരെ അതെ അപ്പൊ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 2010 ജൂലൈ 14 ഫസ്റ്റ് ആക്രമണം ഉണ്ടാകുന്നത്. പിന്നെ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനിൽ നിന്ന് മെയിൻലാൻഡ് അതായത് ഈ പഞ്ചാബ് മേഖലയിൽ നിന്ന് വരുന്ന ട്രെയിനുകളെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ട്രാക്കുകളിൽ ബോംബ് വയ്ക്കുക എന്നുള്ളതാണ് ഈ സിന്ധ് മേഖലയിലെ വിഘടനവാദികളുടെ മെയിൻ, അത് സ്വാതന്ത്ര്യവാദികളുടെ മെയിൻ ലക്ഷ്യം. വേണമെന്ന് ആവശ്യപ്പെടുന്ന അതെ അതെ 6 ബോംബ് ആക്രമണങ്ങളാണ് 2010 നടത്തിയത്. 2011 ഏതാണ്ട് 9 ആക്രമണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. 2012 ആകുമ്പോഴത്തേക്കും 2 ആക്രമണവും, 2013 2 ആക്രമണവും, 2016 3 ആക്രമണവും, 2020 1 ആക്രമണവും, 2022 6 ആക്രമണവും ഇവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്റ്റേഷനുകളിലായിട്ട് ഇവരുടെ മിലിറ്റന്റ് ആക്ടിവിറ്റിയെ പാകിസ്ഥാൻ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുക, ഇവർ വിവിധ രീതിയിലുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, ഗൺ ഫയർ നടത്തുക, സൈനിക കേന്ദ്രങ്ങൾക്ക് നേർക്ക് വെടിയുതിർത്തിട്ട് ഓടിക്കളയുക, അങ്ങനത്തെയൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇത് നമുക്കറിയാലോ, നമ്മുടെ ഈ തമിഴ്നാട്ടിലുണ്ടായിരുന്ന LTT തമിഴ് ഈഴത്തിൻ്റെ ആൾക്കാർ പ്രവർത്തിച്ചിരുന്നത് പോലെ ഈ സിന്ധ് ജനസമൂഹം സിന്ധ് എന്ന് പറയുന്ന മേഖലയ്ക്ക് വെളിയിലുണ്ട്. അതായത് വിഭജന കാലത്ത് സിന്ധ് വിട്ട് ഇന്ത്യയിൽ വന്നതും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയവരും അതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരും അപ്പൊ UK അമേരിക്കയിലൊക്കെ അവർക്ക് വലിയ വ്യവസായികളായിട്ടും അങ്ങനത്തെ ആൾക്കാരായിട്ടുണ്ട്. അവരെല്ലാം ഫണ്ട് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി. അതെ, അങ്ങനെ ഫണ്ട് ചെയ്യുന്ന ഈ പണം ഉപയോഗിച്ച് സിന്ധിലുള്ള ആൾക്കാർ സ്വതന്ത്ര രാജ്യം വേണമെന്ന് വലിയ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള സിന്ധികളായിട്ടുള്ള ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു പോകണം, ഞങ്ങളുടെ സ്വത്തുക്കൾ അവിടെ ഉണ്ട്. അതിപ്പോ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതായത് ഇപ്പൊ പാകിസ്ഥാന്റെ പല സ്വത്തുക്കളും ഇന്ത്യയുടെ കയ്യിലുള്ളത് ഇന്ത്യ വിട്ടുപോയ ആൾക്കാർ. അപ്പൊ അത് ഉള്ളതുപോലെ ഈ ഇന്ത്യയുടെ കയ്യിൽ പാകിസ്ഥാന്റെ കയ്യിൽ ഈ സിന്ധികളുടെ സ്വത്തുക്കൾ അവിടെ ഉണ്ട്, അതെല്ലാം തിരിച്ചു വേണമെന്നും തങ്ങൾക്ക് അവിടെ പോകണമെന്നും സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ സിന്ധും ബലൂചിസ്ഥാനും ഇതേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്കും പാകിസ്ഥാന്റെ ഏതാണ്ട് 70% ഭാഗമായിട്ട് മാറും. തീർച്ചയായിട്ടും പാകിസ്ഥാൻ നെടുവെ പിളരും. അതെ, നെടുവെ പിളരുകയും 2 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സിന്ധ് ഇന്ത്യയോട് വലിയ ആഭിമുഖ്യം പുലർത്തുന്നതുകൊണ്ട് ചിലപ്പോൾ ഇന്ത്യയുടെ കൂടെ പോരാ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ പോലെ മറ്റൊരു രാജ്യമായി തീരാനുള്ള സാധ്യതയുണ്ട്. ഫലത്തിൽ പാകിസ്ഥാൻ ഈ പറയുന്ന യുദ്ധത്തിന് വെറുതെ ഉറുമ്പിട്ടിറങ്ങി അവരുടെ രാജ്യം തന്നെ 2 കീറായി തീരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അവർ തന്നെ അവർക്ക് പണി ഉണ്ടാക്കി വെച്ചു അല്ലെ. അപ്പൊ അത്തരത്തിൽ പോകാൻ സാധ്യതയുണ്ടോ പ്രിയൻ? എന്താ അങ്ങനെ നമ്മുടെ ഒരു നിരീക്ഷണത്തിലൊക്കെ അങ്ങനെ? അത് പക്ഷെ സൈനികവും ഒക്കെ അവർ തയ്യാറാവണമല്ലോ. പാകിസ്ഥാൻ തയ്യാറായി. ഇപ്പൊ ഇത്രയും ഇപ്പൊ തന്നെ ഈ ആക്രമണം നടന്ന വർഷം തന്നെ പറയുന്നുണ്ട്, എത്ര വർഷമായി ഈ ഇതിനു വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിക്കുന്നുണ്ട്. ഏതായാലും പ്രിയൻ തന്നെ തുടങ്ങി, പ്രിയൻ തന്നെ അത് എന്താന്നുള്ള പറഞ്ഞ് നമുക്ക്. അതായത് ഇങ്ങനെ ആക്രമണം നടത്തുന്നെങ്കിലും അവരുടെ സൈന്യമുണ്ട്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇതിനെ പണ്ട് പിടിച്ചെടുത്തതാണെങ്കിൽ ഇപ്പോൾ ആ രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് പെട്ടെന്നൊരു സെഡീഷൻ ചെയ്ത്, അതായത് പിരിഞ്ഞു പോകാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇല്ലെങ്കിൽ UN ഒക്കെ ഇടപെട്ട് അവരെ റഫറൻഡം ചെയ്ത് സെപ്പറേറ്റ് രാജ്യമാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ സൈനിക ശക്തി ഉപയോഗിച്ച് പാകിസ്ഥാനെ തോപ്പിച്ച് സ്വയം രാജ്യമായിട്ട് അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ടോ? ഭാവിയിൽ അങ്ങനെ വന്നേക്കാം. ബലൂചിസ്ഥാൻ ഇപ്പോഴും ഉണ്ട്, അങ്ങനെ ശക്തിയുണ്ട്, സൈനിക ശക്തിയുണ്ട്. ഒരു 5 വർഷത്തിന് ഇപ്പുറമൊക്കെ ചിലപ്പോൾ അതും സംഭവിച്ചേക്കാം. സിന്ധിലും അങ്ങനെ സംഭവിച്ചേക്കാം. ഏതായാലും പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഉടനെ.